ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബിസ്ക്കറ്റ് പുഡിങ്ങാണ്. അതിന് വേണ്ടിയിട്ട് 250 ml വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. മാരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റ്, ഫ്രഷ് ക്രീം 500 ml, കുറച്ച് മിൽക്ക് മെയ്ഡ്, ഒരു അരക്കപ്പ് മിൽക്ക് മെയ്ഡ്, ആവശ്യത്തിന് പഞ്ചസാര. പിന്നെ നമുക്ക് തുടങ്ങാം. നമുക്ക് പുഡിങ് ഉണ്ടാക്കാനായിട്ട് ആദ്യം വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ക്രീം ഏകദേശം അതുവരും സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ്, അര ടീൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് വെക്കാം. ഇതിലേക്ക് നമുക്ക് മധുരം പാനിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഞാൻ. അതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് നോക്കാം. കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റായിട്ടുണ്ട്. പുഡിങ് സെറ്റ് ചെയ്യാം. നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡിഷ് എടുത്തിട്ടുണ്ട്, പുഡിങ് ഡിഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാത്തൊരു സാധനം കൂടി കിട്ടും. കുറച്ച് കോഫി പൗഡർ കലക്കി എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അതൊന്ന് നമ്മുടെ ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഡിപ്പ് ചെയ്ത് ബിസ്ക്കറ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. നേരിയ ചൂടുവെള്ളത്തിൽ വേണം നമ്മുടെ കോഫി പൗഡർ കലക്കാൻ. ബിസ്ക്കറ്റ് നല്ല ഫുള്ളായിട്ട് എല്ലാം നിരത്തി കൊടുക്കാം. ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ആക്കി വെച്ച ക്രീം ഇട്ട് കൊടുക്കാം. മുകളിൽ എല്ലാ ഭാഗത്തേക്കും ക്രീമാക്കി കൊടുക്കാം. നമുക്കൊരു ലെയർ ബിസ്ക്കറ്റും കൂടി നിരത്തി കൊടുക്കാം. ഭയങ്കര ഈസിയുമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാം.
നമ്മൾ സെക്കൻഡ് ലെയർ ബിസ്ക്കറ്റും ഫില്ലാക്കിയിട്ടുണ്ട്. ഇതിന് മുകളിലും നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഒരു ലെയർ ബിസ്ക്കറ്റും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. അവിടെ മൂന്നാമത്തെ ലെയറും ബിസ്ക്കറ്റും ഇവിടെ ഫില്ലായിട്ടുണ്ട്. മുകളിൽ നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ലെവലിൽ നമുക്ക് ക്രീം സെറ്റ് ചെയ്യാം. നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ബിസ്ക്കറ്റ് ഇങ്ങനെ കുറച്ച് ക്രഷ് ചെയ്തിട്ടാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അതിൽ കുറച്ച് ക്യാഷ്യൂനട്ടൊക്കെ ക്രഷ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്താലും നല്ലതാണ്. ഓക്കെ, അത്രയും മതി. നമുക്ക് ക്ലിംഗ് ഫിലിം വെച്ച് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രീസറിൽ വയ്ക്കണ്ട കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 3-4 മണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോൾ സെറ്റായി കിട്ടും. നമ്മുടെ പുഡിംഗ് കൂടെ ക്ലിംഗ് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ സെറ്റാക്കാം. അത് കഴിഞ്ഞിട്ട് കാണാം. ഹലോ, നമ്മുടെ പുഡിംഗ് ഇവിടെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ പുഡിംഗ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണം. നിങ്ങളുടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ല ലൈക്കും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുകയാണെങ്കിൽ ഞാനടുത്ത എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സലാമു അലൈക്കും.